കട്ടപ്പന വെള്ളയാങ്കുടി കാട്ടുകട ബൈപ്പാസ് റോഡിൽ മാലിന്യ നിക്ഷേപം പതിവായതോടെ നടപടി ശക്തമാക്കാൻ ഒരുങ്ങി കട്ടപ്പന നഗരസഭ. ഇതിന്റെ ഭാഗമായി മാലിന്യം തള്ളിയ സ്ഥലത്ത് നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അടക്കം പരിശോധന നടത്തി. ഇതിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാലിന്യം തള്ളിയവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. വെള്ളയാംകുടിയിൽ നിന്ന് പൊന്നിക്കവല വഴി കക്കാട്ടുകടയ്ക്ക് പോകുന്ന പ്രധാന ബൈപ്പാസ് റോഡാണ് ഇത്. നിരവധി ചെറുതും വലുതുമായ വാഹനങ്ങളും കാൽനട യാത്രികരുമടക്കം ഈ പാതയെ ആശ്രയിക്കാറുണ്ട്. ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങളിലായാണ് രാത്രികാലങ്ങളിൽ മാലിന്യ നിക്ഷേപം പതിവായിരിക്കുന്നത്. ചാക്കിൽ കെട്ടിയും അലാതിയുമാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. ഇത് നിരവധി ദിവസങ്ങളായി ഇവിടുത്തെ ലൈറ്റ് കേടായത് നിമിത്തം ഇത് ആളൊഴിഞ്ഞൊരു പ്രദേശത്ത് ഇതുപോലെ മാലിന്യങ്ങൾ തള്ളുന്നത് വളരെ ഖേദകരവും വളരെ ആളുകൾക്ക് ദുസ്സഹവുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇത്രയും മനോഹരമായ രീതിയിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്രവർത്തിക്കുകയും നഗരം വളരെ വെടിപ്പോടെ കട്ടപ്പന മറ്റേതൊരു നഗരത്തെക്കാളും കട്ടപ്പന നഗരം വളരെ വെടിപ്പോടെ ആരോഗ്യ പ്രവർത്തകർ വളരെ സജീവമായിട്ട് സംരക്ഷിക്കുകയും ചെയ്യുന്ന ഈ ഒരു അവസ്ഥയിൽ ഇതുപോലെയുള്ള പോക്കറ്റ് റോഡുകളിലും ബൈപ്പാസ് റോഡുകളിലും എല്ലാം മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടികളുണ്ടായിരിക്കും. പ്രത്യേകിച്ചും ഈ വഴി കടന്നു പോകുന്ന വാഹനങ്ങളിലായിരിക്കാം ഒരുപക്ഷെ രാത്രിയിൽ ഇവ കൊണ്ടുപോയിടുന്നത്. സ്നാഗി അടക്കം അതുപോലെ തന്നെ മെഡിക്കൽ ടാബ്ലറ്റുകൾ, സിറിഞ്ചുകൾ, കുട്ടികൾ ഉപയോഗിക്കുന്ന പുസ്തകങ്ങളുടെ താളുകളടക്കം, അതുപോലെ തന്നെ വീട്ടിൽ നിത്യേന ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളടക്കം ഇവിടെ ഈ കൊണ്ടുവന്ന് വലിച്ചെറിയുന്ന സാമൂഹ്യ ദ്രോഹികൾ ആരൊക്കെയാണെങ്കിലും അവർക്ക് ഈ നാടിനോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാത്തവരാണെന്ന് സൂചിപ്പിക്കുക മാത്രമല്ല, അത് ഏതെങ്കിലും തരത്തിൽ ഇവ തെരഞ്ഞുകൂടി അത് അവരുടെ അഡ്രസ്സ് കണ്ടെത്തി അവരുടെ വീട്ടിൽ തന്നെ ഞാൻ തന്നെ കൊണ്ടിടാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആറുകളും തോടുകളും മറ്റ് കുടിവെള്ള സ്രോതസ്സുകളും അടക്കമുള്ള മേഖലയ്ക്ക് സമീപത്താണ് മാലിന്യ നിക്ഷേപം. ഇതോടെ മാലിന്യം തള്ളിയവരെ കണ്ടെത്താനുള്ള നടപടികളുമായി നഗരസഭയും രംഗത്തെത്തി. പ്രദേശത്ത് കൂടുതലായി മാലിന്യം തള്ളുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച് ക്യാമറ സ്ഥാപിക്കുകയും പരിശോധന ശക്തമാക്കുമെന്നും നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ ബേബി അറിയിച്ചു.